ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലുതും അത്ഭുതകരവുമായ ഒരടയാളം ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് യോഹന്നാൻ പറഞ്ഞുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് വലുതും അത്ഭുതകരവുമായ ഒരു അടയാളമെന്ന് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകങ്ങളിൽ ഒരുപാട് ബാധകളും വ്യത്യസ്തമായ ദൈവികമായ ന്യായവിധികളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം കണ്ട യോഹന്നാൻ എന്തുകൊണ്ടാണ് 15-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ വലുതും അത്ഭുതകരവും എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത്? അത് മറ്റൊന്നും കൊണ്ടല്ല, എതിർക്രിസ്തു സ്ഥാപിക്കുന്ന ആ ഒരു രാജ്യത്തെ കർത്താതി കർത്താവ് തകർത്ത് അതിനെ തരിപ്പണമാക്കാനായിട്ട് പോവുകയാണ്. അതാണ് 15 മുതലുള്ള അധ്യായങ്ങളിൽ പ്രത്യേകം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ ധാരാളം സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ 15-ാം അധ്യായം മുതൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവിക ന്യായവിധി തീർന്നു, ദൈവിക ക്രോധം തീർന്നു, സ്വർഗത്തിലെ ദൈവാലയത്തിലേക്ക് ആർക്കും കടപ്പാനായിട്ട് കഴിഞ്ഞില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 15-ാം അധ്യായത്തിൽ ഉണ്ട്. 8 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിനായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മൾ ഇതിന് തൊട്ട് പിൻപിലുള്ള അധ്യായങ്ങളിൽ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയ 42 മാസം അല്ലെങ്കിൽ 3.5 വർഷം പ്രവർത്തിക്കുവാനായി മഹാസർപ്പം അധികാരം കൊടുത്ത മൃഗം, അതോടൊപ്പം കള്ളപ്രവാചകന്മാർ, മൃഗത്തിൻ്റെ പ്രതിമ, മുദ്രയേറ്റവർ, ഈ ടെക്നോളജികളെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു പോയ ലോകത്തിലെ മനുഷ്യർ, ദൈവത്തേക്കാൾ ഇതിനൊക്കെ മഹത്വം കൊടുത്ത് മുദ്രയേറ്റുകൊണ്ട് അതിനനുസരിച്ച് മുമ്പോട്ട് പോയവർ. ഈ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു 3.5 വർഷക്കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥമായ ദൈവികമായ ന്യായവിധി നമുക്ക് 15 മുതലുള്ള അധ്യായങ്ങളിൽ കാണാനായിട്ട് പറ്റും. പ്രത്യേകാൽ ദൈവമക്കൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ? എന്നാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പോരാട്ടം തീരുന്നത്, ആത്മീക യുദ്ധം തീരുന്നത്? ഒരു ദൈവപൈതൽ ലോകത്തോടും പാപത്തോടും പിശാചിനോടും സന്ധിയില്ലാ സമരത്തിലാണ്. ഈ ആത്മീക യുദ്ധത്തെക്കുറിച്ച് ഇതിനു മുൻപിലുള്ള പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവപൈതൽ എങ്ങനെയാണ് ആത്മീയ യുദ്ധം നടത്തേണ്ടുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പം നമ്മൾ ചിന്തിക്കും, എത്ര നാളായി ഈ പോരാട്ടവും ഈ പൈശാചിക പോരാട്ടങ്ങളും ഈ അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളും ഇങ്ങനെ തുടരുക? ഇതിനൊക്കെ എന്ന് ഒരു അവസാനം ഉണ്ടാകുമെന്നൊക്കെ ഒരു ന്യായമായ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. നമുക്കാർക്കും ഇതിന് അവസാനം കുറിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിന് അവസാനം കുറിക്കുന്ന ഒരാളുണ്ട്. അതാണ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒടുവിൽ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പം ഈ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 7 ക്രോധ കലശങ്ങൾ ദൈവാലയത്തിൽ നിന്ന് ഒരു ജീവി ശണവസ്ത്രവും മാറത്ത് പൊൻകച്ചയും കെട്ടിയ 7 ദൂതന്മാരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അതാണ് ഈ 15-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ തീ കലർന്ന പളുങ്ക് കടൽ തീരത്ത് മൃഗത്തോടും പ്രതിമയോടും മൃഗത്തിൻ്റെ സംഖ്യയോടും കൂടി ജയിച്ചവർ നിന്നുകൊണ്ട് മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടുമൊക്കെ പാടുന്ന ഒരു കാഴ്ച 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഈ 15-ാം അധ്യായം 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ഒന്ന്, മൃഗത്തോടും അതിൻ്റെ സംഖ്യയോടുമൊക്കെ ജയിച്ചവർ അനുഭവിക്കുന്ന ദൈവിക സമാധാനവും. 2, ദൈവിക ന്യായവിധിയുമാണ്. ഇതിനു മുമ്പിലുള്ള വെളിപ്പാട് പുസ്തകത്തിൻ്റെ പല ക്ലാസ്സുകളിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ 7 മുദ്രകൾ കുഞ്ഞാട് പൊട്ടിക്കുന്നു, 7 കാഹളങ്ങൾ, 7 ക്രോധ കലശങ്ങൾ, 7ൻ്റെ 3 കാര്യങ്ങൾ. ശ്രദ്ധിക്കുക, 7ൻ്റെ 3 കാര്യങ്ങൾ: 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധ കലശങ്ങൾ. ഈ 7ാമത്തെ കാഹളം ഊതിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന ചില അനന്തര സംഭവങ്ങളാണ് നമ്മൾ പിന്നീട് ഈ 13, 14 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഈ 42 മാസം അല്ലെങ്കിൽ 3.5 വർഷം
എതിർ ക്രിസ്തുവിൻ്റെ ആ ഒരു ഭരണകാലഘട്ടം എന്ന് പറയുന്ന ഒരു ഭരണകാലഘട്ടം. ഞാൻ അതിനെക്കുറിച്ച് ഇതിനു മുൻപിലുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ടെക്നോളജികൾ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ടെക്നോളജികൾ ഈ ലോകത്തെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കാതെ മനുഷ്യന് സൗകര്യങ്ങൾ എന്നുള്ള നിലയിൽ, സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ, സൗകര്യങ്ങളുടെ പേരിൽ ഈ ടെക്നോളജികൾ മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി ഏറ്റവും ഒടുവിൽ അതിന് മനുഷ്യനെ അടിമകളാക്കി അതിനെ നമസ്കരിക്കുമാറ് ദൈവത്തിൽ നിന്ന് അകറ്റി സത്യാരാധന ഇല്ലാതാക്കി എതിർ ക്രിസ്തു വളരെ ബുദ്ധിപൂർവം അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ 3.5 വർഷത്തോളം ഭൂമിയിൽ തുടർന്നതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും ഏകദേശം 3.5 വർഷം കാലഘട്ടത്തിൽ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കും. അതാണ് 42 മാസം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 42 മാസം തനിക്ക് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ, കാലങ്ങളെ മാറ്റുവാൻ, കാലാംശങ്ങൾ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നുള്ളത് ദാനിയേൽ 7-8 അധ്യായങ്ങളുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാകും. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിന് തൊട്ട് പിൻപിലുള്ള വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോവുക. വളരെ വേഗം നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് പോകാം. അപ്പം ഈ 15-ാം അധ്യായം ആരംഭിക്കുമ്പോൾ വലുതും അത്ഭുതവുമായ ഒരടയാളം ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. അതാണ് 7 ബാധയുള്ള 7 ദൂതന്മാർ. അതോടുകൂടി ദൈവക്രോധം തീർന്നു. അപ്പം ഈ ഒരു അന്ത്യ ക്രോധ കലശങ്ങൾ, 7 ക്രോധ കലശങ്ങളോടുകൂടി ഈ ബാധ തീരുകയാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ പഠിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മൃഗത്തിൻ്റെ മുദ്ര ഏറ്റവർക്കുണ്ടാകുന്ന ദുർവ്രണങ്ങളാണ്. ഭൂമിയുടെ മേലും പ്രപഞ്ചത്തിൻ്റെ മേൽ, ശുദ്ധജല സ്രോതസ്സിൻ്റെ മേൽ, സമുദ്രജലത്തിൻ്റെ മേൽ, അന്തരീക്ഷത്തിൻ്റെ മേലെല്ലാം ദൈവിക ന്യായവിധി ഉണ്ടായി ദൈവം ഇതിനെ ശുദ്ധീകരിക്കും, ദൈവിക നീതി വെളിപ്പെടും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാ ആൾക്കാരും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ ഇത്രയും അധർമ്മം പ്രവർത്തിച്ചിട്ട്, അഹങ്കാരികളായി തീർന്നിട്ട്, ദൈവമില്ലാത്തവരായി നടന്നിട്ട് എന്തുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം ന്യായം വിധിക്കുന്നില്ല? ഇത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ പോലും ഏറ്റവും അധികം ഉയർത്തുന്ന ചോദ്യങ്ങളിൽ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ദൈവമൊന്നുമില്ല. ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും, നിങ്ങൾ പറയുന്നില്ലേ അധർമ്മം പെരുകുമ്പം ദൈവം ഇടപെടുമെന്ന്, അല്ലെങ്കിൽ ഇത്രയും അധർമ്മവും പാപവും പെരുകിയിട്ടും ദൈവം എന്താണ് മിണ്ടാതിരിക്കുന്നത്? ദൈവം മിണ്ടാതിരിക്കുകയല്ല, ഇത് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തും. അത് വെളിപ്പെടാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷങ്ങളുമെല്ലാം. പ്രിയരെ, ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ലോകം എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ ആത്മമണവാളനായ കർത്താവിനെ എതിരേൽക്കുവാൻ നാം ഒരുങ്ങണം. ദൈവത്തിന് സ്തോത്രം. അതെ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നെത്തിയിരിക്കുന്നല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നതുപോലെ മറ്റുള്ളവർ നമ്മളെ ഒരുക്കിയല്ല, നാം തന്നെത്താൻ ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പം അങ്ങനെയാണ് ഒന്നാമത്തെ വാക്യം. അടുത്തത് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തീ കലർന്ന പളുങ്ക് കടൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സത്യത്തിൽ ഈ പളുങ്ക് കടൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ്. 4ഉം 5ഉം അധ്യായങ്ങൾ സ്വർഗീയ സദസ്സാണ്. അവിടെ ആ ഒരു ദൈവസിംഹാസനം, 24 മൂപ്പന്മാർ, 4 ജീവികൾ, എണ്ണമറ്റ ദൈവദൂതന്മാർ, പിന്നെ അറുക്കപ്പെട്ടതുപോലെ ഒരു കുഞ്ഞാട് അവിടെ നിൽക്കുകയാണ്. അവിടെ നമ്മൾ ഈ പളുങ്ക് കടലിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇവിടെ പളുങ്ക് കടലിൻ്റെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തീ കലർന്ന പളുങ്ക് കടൽ ആണെന്നാണ്. എന്താണ് ഈ ഒരു തീ കലർന്ന കണ്ണാടിക്കടൽ? അതായത് തീ കലർന്ന കണ്ണാടിക്കടൽ എന്താണെന്ന് ഉള്ള വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ കണ്ണാടിക്കടലിൻ്റെ കരയിൽ നിൽക്കുന്നവർ മൃഗത്തോടും പ്രതിമയോടും സംഖ്യയോടും ജയിച്ചവരാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു, ഈ മുദ്ര ഏൽക്കാത്തവർക്ക് വിൽക്കാൻ പറ്റില്ല, വാങ്ങാൻ പറ്റത്തില്ല, ആശുപത്രികളിൽ അവർക്ക് ചികിത്സകൾ നിഷേധിക്കപ്പെടും, യാത്രകളിൽ തടസ്സങ്ങളുണ്ടാകും, ചിലപ്പോൾ ഒരു കുപ്പി വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടും. അങ്ങനെ
ഭയങ്കരമായ പ്രതിസന്ധികളിൽ കടന്നുപോയവർ, പ്രത്യേകിച്ച് ഈ ഒരു മുദ്ര ഏൽക്കാത്തത് കൊണ്ട് കഠിനമായ ശോധനകളിലും പീഡകളിലും കടന്നുപോയിട്ടും അവിടെയും തങ്ങളുടെ വിശ്വാസവും തങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ ഒരു ദൈവികമായ ജ്ഞാനവും അതിനോട് അനുസരണക്കേട് കാണിക്കാതെ എതിർ ക്രിസ്തുവിനോട്, അവൻ്റെ സംവിധാനങ്ങളോട്, അവൻ്റെ സിസ്റ്റത്തോട് എതിർത്തു നിന്നവർ, വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിന്ന പോരാളികൾ, ആ പോരാളികളെയാണ് അവർ രക്തസാക്ഷികളായി തീർന്നവരുണ്ട്, കഷ്ടം അനുഭവിച്ചവരുണ്ട്, ജീവൻ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവർ അനുഭവിച്ച തീയുടെ അനുഭവങ്ങളായിരിക്കാം ആ പളുങ്കുകടൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് തീ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതെ, അവർ തോറ്റവരല്ല, അവർ ജയിച്ചവരാണ്. ഒരുപക്ഷെ അവരുടെ കഷ്ടത, അവരുടെ അഗ്നിശോധനയായിരിക്കാം പളുങ്ക് കടലിനെ തീ നിറമുള്ളതാക്കി മാറ്റിയത്. നമുക്കറിയാം പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പട്ടുമെത്തയുടെ അനുഭവമല്ല. യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കേണ്ടതായിട്ട് വരുമ്പോൾ ജീവൻ പോലും കൊടുക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പല സൗകര്യങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മറുഭാഗം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നൈജീരിയ പോലെയൊക്കെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ എത്രയോ ദൈവമക്കൾ, സിറിയയിലുമൊക്കെ എത്രയോ ദൈവമക്കൾ ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ അവരവരുടെ ജീവൻ കൊടുത്ത് അവർ വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭക്തന്മാർ ഒക്കെ എല്ലാ കാലവും ദൈവത്തിന് സ്തോത്രം, എന്താ പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ് അവർ. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായ പരിഗണനയാണ് സ്വർഗത്തിലെ ദൈവം നൽകി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ മഹാകഷ്ടതയിലൂടെ കടന്നുപോയി മൃഗത്തോടും അതിൻ്റെ സംഖ്യയോടുമൊക്കെ ജയിച്ചവരായ ആളുകളെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പാടുന്ന മനോഹരമായ ഒരു പാട്ടാണ്. എന്താണെന്നറിയാമോ? മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും അവർ ചൊല്ലുകയാണ്. നമുക്കറിയാം, ചെങ്കടൽ കടന്ന ഇസ്രായേൽ മിര്യാമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പാടി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവർ ആരാധന അർപ്പിക്കുന്ന ഒരു കാര്യം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അവർക്ക് കിട്ടിയ ദൈവിക വിടുതലിൽ, അല്ലെങ്കിൽ ഈ കഷ്ടതയെ തരണം ചെയ്യുവാൻ അവർക്ക് ലഭ്യമായ ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവർ പാടുന്ന മനോഹരമായ പാട്ടിൻ്റെ വരികൾ ആണ് നമ്മൾ കാണുന്നത്. അതാണ് മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും. എന്താണ് ആ പാട്ടുകൾ? സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ വലുതാണ്, അത്ഭുതമാണ്. സർവ ജാതികളുടെയും രാജാവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവും ഉള്ളവയാണെന്ന് പറഞ്ഞ്, കർത്താവേ, അങ്ങയുടെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും എങ്ങനെയിരിക്കും? അവിടുന്നല്ലോ ഏക പരിശുദ്ധൻ, സകല ജാതികളും അങ്ങയുടെ മുമ്പിൽ വന്ന് നമസ്കരിക്കും. ഇതാണ് അവർ പാടുന്ന പാട്ട്, അല്ലേ? ഇന്നത്തെ പാട്ടുകൾ പോലെയുള്ള പാട്ടുകളൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. അവർ പാടുന്ന പാട്ടുകൾ സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, അവിടുത്തെ ന്യായവിധികൾ സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ നമുക്ക് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ നമസ്കരിക്കുന്ന ആ ഒരു ആരാധന, ആ ആരാധനയുടെ വരികൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ നല്ലതാണ്, നമ്മൾ ശ്രദ്ധിക്കുക. സത്യത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലെയുള്ളതിന് ക്രമവും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം പിന്നീട് ഞാൻ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, നാശകരമായ കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത വായിൽ ദൈവത്തിന് ഒരു പാട്ട് തന്നു, ഒരു സ്തുതി തന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഓക്കെ, ഏറ്റവും ഒടുവിൽ 15-ാം അധ്യായത്തിൻ്റെ തന്നെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ അവിടെ ചിന്തിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, സ്വർഗത്തിലെ ഒരു ദൈവാലയം തുറന്നു. ദൈവാലയം തുറന്നു എന്ന് മാത്രമല്ല, ദൈവാലയത്തിൽ കടക്കുവോളം, ദൈവാലയത്തിൽ ബാധ കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ആരും ഇനി ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട. ശ്രദ്ധിക്കുക, ആർക്കു വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം, ഇല്ലേ?
ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഇത് കഴിയുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവുകയാണ്. അതായത് ഈ 7 ക്രോധ കലശങ്ങൾ ഭൂമിയിൽ പതിയുമ്പോൾ ഒരു വ്യക്തിക്കും ഒരു തരത്തിലും ആ ന്യായവിധിയിൽ നിന്ന് ഒഴിയാനായിട്ട് പറ്റില്ല. അതായത് സ്വർഗത്തിലെ ദൈവം തൻ്റെ കരുണയുടെ സമയത്തെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, 15-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദൈവാലയം തുറന്നു എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴയ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം. കാരണം പുതിയ ആളുകൾ ഈ വീഡിയോയിലേക്ക് വരുമ്പം അവർക്ക് പഴയ കാര്യങ്ങളുടെ ഒരു കണക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഈ പല കാര്യങ്ങളും നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സമാഗമന കൂടാരം എന്ന് പറയുന്നത് മോശ തൻ്റെ ഇഷ്ടപ്രകാരമോ ആഗ്രഹപ്രകാരമോ ഉണ്ടാക്കിയതല്ല. പർവ്വതത്തിൽ ദൈവം തനിക്ക് കാണിച്ചു കൊടുത്ത മാതൃകയനുസരിച്ച് സ്വർഗീയമായതിൻ്റെ ഒരു പ്രതിബിംബമായിരുന്നു. അതായത് സ്വർഗത്തിൽ യഥാർത്ഥമായ ഒരു ദൈവാലയമുണ്ട്. ആ സ്വർഗീയമായതിൻ്റെ പ്രതിബിംബമാണ് ഭൂമിയിലെ ദൈവാലയം. അപ്പോൾ യഥാർത്ഥമായ ഒരു ദൈവാലയം സ്വർഗത്തിലുണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നല്ല പല സമയങ്ങളിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാനായിട്ട് പറ്റും. അപ്പം ഈ ദൈവാലയം തുറന്ന് ദൈവാലയത്തിൽ നിന്ന് 7 ബാധയുള്ള 7 ദൂതന്മാർ, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശുഭ്രവും ശുദ്ധവുമായ ശണവസ്ത്രം അവർ ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ടാണ്. എന്താണ് ഈ മാറത്ത് പൊൻകച്ച? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ സപ്തമഹിമ വിഭൂഷിതനായ ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ യേശു ക്രിസ്തുവിൻ്റെ മാറിൽ ഒരു പൊൻകച്ച കെട്ടിയത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പൊൻകച്ച എന്ന് പറയുന്നത് എന്താ? ദൈവിക ന്യായവിധികളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് യേശു ക്രിസ്തു ഈ ന്യായവിധിയുടെ അധികാരം ദൂതന്മാർക്ക് നൽകി കൊടുക്കുകയാണ്. അതായത് ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തെ ന്യായവിധിയിലൂടെ വീണ്ടെടുക്കുവാനുള്ള അധികാരം ദൈവദൂതന്മാർക്ക് കൊടുത്ത് ദൈവാലയത്തിൽ നിന്ന് 7 ക്രോധ കലശങ്ങൾ അവരുടെ കയ്യിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ 7 പൊൻകലശങ്ങൾ. ഈ പൊൻകലശങ്ങൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. ഈ പുക മേഘം എന്നതൊക്കെ ദൈവ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. ശലോമോൻ യെരുശലേം ദൈവാലയത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ ടൈമിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അനന്തരമായി ദൈവാലയം പുക കൊണ്ട് നിറയപ്പെടുകയും അനന്തരമായി പുരോഹിതന്മാർക്കൊന്നും ശുശ്രൂഷിക്കുവാൻ കഴിയാത്തൊരു പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ദൈവാലയം പുക കൊണ്ട് നിറയുന്നു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. നമുക്കറിയാം, ദൈവാലയം എന്ന് പറയുന്നത് മധ്യസ്ഥതയുടെ ഇടമാണ്. അതായത് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ഓടിച്ചെല്ലുന്നത് ദൈവ മുമ്പിലേക്കാണ്. പുതിയ നിയമത്തിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്, ഇല്ലേ? തീർച്ചയായിട്ടും. കോരഹ്, ദാദാം, അബീരാം, അവിടെ നമുക്കറിയാം ദൈവിക ന്യായവിധി ഉണ്ടായപ്പോൾ പോയി യാഗപീഠത്തിൻ്റെ കൊമ്പ് പിടിച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്? അവർ രക്ഷപ്പെട്ടത്. അതായത് ഈ 7 ബാധ കഴിയുവോളം ഒരു മനുഷ്യനും ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷയില്ല. അതായത് കരുണയില്ലാത്ത ന്യായവിധി, ഒഴിവില്ലാത്ത ന്യായവിധി. അതുകൊണ്ടാണ് യോഹന്നാൻ 15-ാം അധ്യായം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് വലുതും അത്ഭുതകരവുമായ ഒരടയാളം ഞാൻ കണ്ടു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, 15-ാം അധ്യായം അങ്ങനെ ഇവിടെ തീരുകയാണ്. അടുത്തത് എന്താണ് ദൈവിക ന്യായവിധികൾ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനായി തത്സമയത്ത് കൃപാസനത്തിലേക്ക് അടുത്തു വരാൻ ദൈവവചനം പറയുമ്പോൾ അടുത്തു വരാൻ പറ്റുന്നൊരു കാലമുണ്ട്. ആ കാലമാണിത്. ഈ ഒരു ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശു ക്രിസ്തുവിലൂടെയുള്ള പൂർണ്ണമായ രക്ഷയെ നിങ്ങൾ അനുഭവിക്കാത്തവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, എല്ലാ കാലവും ആ കരുണയുടെ കാലം നിലനിൽക്കത്തില്ല. ദൈവാലയത്തെ ദൈവം അതെ അടച്ചു കളയുന്നൊരു കാലം, ആർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ കഴിയാത്തൊരു കാലം. അങ്ങനെ ഒരു കാലം
വരാനായിട്ട് പോവുകയാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇല്ലേ? ഇതത്രേ സദ്വർത്തമാനകാലം, ഇതത്രേ രക്ഷാദിവസം എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു രക്ഷയുടെ ദിവസങ്ങളാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ 15-ാം അധ്യായം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അവിടുത്തെ വരവ് താമസിച്ചാൽ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചകളിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 16 മുതലുള്ള അധ്യായങ്ങൾ പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.